അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരും സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് വിവിധങ്ങളായ മേച്ചിൻപുറങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് ആനന്ദിക്കാനും രസിക്കാനും അവസരം ഉണ്ടാവുക, അവിടെയെല്ലാം ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക എന്ന പുതിയ ട്രെൻഡ് കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ മാനസിക ആനന്ദം അല്ലെങ്കിൽ മാനസിക സുഖം എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയാണ് മതത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യമാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആരോഗ്യമുണ്ടായാലും രോഗിയായാലും മാസത്തിന് കറക്റ്റ് ശമ്പളം ലഭിച്ചാലും ഇല്ലെങ്കിലും, കല്യാണം കഴിച്ച് കുട്ടികളായാലും ഇല്ലെങ്കിലും, ഉണ്ടായ കുട്ടി ജീവിച്ചാലും മരിച്ചാലും, ഇങ്ങനെ ഏത് പോസിബിലിറ്റിയിൽ വെച്ച് നോക്കുമ്പോഴും അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന് എപ്പോഴും കൊയ്ത്ത് കാലമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാം അവൻ്റെ പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. അനുഗ്രഹമാണ് ലഭിച്ചതെങ്കിൽ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് കൂലി വാരിക്കൂട്ടാൻ പറ്റും. പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായതെങ്കിൽ അതിൽ ക്ഷമിക്കുമ്പോഴേക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. തൊട്ടതിനും എടുത്തതിനും ഇൻഷുറൻസ് ഉള്ള കാലത്ത്, സ്വന്തത്തിലും സ്വന്തം ഡ്രൈവിങ്ങിലും വിശ്വാസമില്ലാത്ത കാലത്ത് ഇസ്ലാം യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഇൻഷുറൻസ് പ്രതിഫലമായിട്ട് നമുക്ക് നൽകുകയാണ്. അതിന് വലിയ ട്യൂമറും ക്യാൻസറും വരണം എന്നൊന്നുമില്ല പരീക്ഷണം എന്ന് പറയാൻ. മറിച്ച് ഒരു മുള്ള് തറക്കുമ്പോഴേക്ക് വിശ്വാസിക്ക് പ്രതിഫലമുണ്ട്. ഒന്ന് ടെൻഷനാകുമ്പോഴേക്ക് വിശ്വാസിയുടെ ദോഷങ്ങൾ പൊറുക്കുകയാണ്. ശമ്പളം കിട്ടിയില്ലല്ലോ, കുട്ടികളുടെ ഫീസ് എങ്ങനെ അടക്കും, ഭാര്യയുടെ ചികിത്സാ ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്ന് വിചാരിക്കുമ്പോഴേക്ക് മുസ്ലിമിൻ്റെ ഏടിൽ പ്രതിഫലം കൊണ്ട് നിറയാണ്. കിട്ടിയ ശമ്പളം ഭാര്യക്കും മക്കൾക്കും ചെലവഴിക്കുമ്പോഴേക്ക് പ്രതിഫലത്തിൻ്റെ കൂമ്പാരമാണ്. അപ്പോൾ മുസ്ലിം അനങ്ങിയാൽ കൂലി എന്നല്ല, അനങ്ങേണ്ടതുമില്ല, അവനൊരു മുസ്ലിമായ മതി. എന്തൊരു മനോഹരമായ മതമാണ് നമ്മുടെ മതം. ഈ വിശ്വാസത്തിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. ഈ ലൈഫ് ഇൻഷുറൻസും വണ്ടിക്കും ഇൻഷുറൻസ്, ഇനി കോഴിക്കും ആടിനൊക്കെ വരുന്ന കാലത്ത് നമുക്ക് എന്തൊരു രസമായിരിക്കും നമ്മുടെ മതത്തിൻ്റെ ആശയങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ. അതിനാണ് അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത്. എനിക്കെന്തെങ്കിലും പരീക്ഷണം അള്ളാഹു തരുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ലോകത്തൊരു ഫുഡിനോ ലോകത്തേതെങ്കിലും ഒരു പണത്തിനോ ഏത് സുഖ സൗകര്യങ്ങൾക്കോ ലഭിക്കില്ല. എനിക്കൊരു തലവേദന വരുമ്പോഴേക്ക്, പനി വരുമ്പോഴേക്ക് വർഷങ്ങളോളമുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമെന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദത്തേക്കാൾ വലിയ ആനന്ദം ലോകത്ത് എന്താ ഉള്ളത്? അതാണ് നമ്മുടെ ഫൈറ്റ്സ്, വിശ്വാസം കറക്റ്റാവുക എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ. രണ്ടാമത്തൊരു കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവനാൽ അപരൻ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്.
ഫർള് നിസ്കരിക്കുന്ന ഒരാൾ ഫർളായ സക്കാത്ത് കൊടുക്കാറില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. അയൽവാസി പട്ടിണി കിടന്ന് സ്വന്തം വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ടായി വയറ് നിറച്ച് തിന്നുന്നവൻ അവൻ എൻ്റെ കമ്മ്യൂണിറ്റിക്കാരനല്ല എന്ന് പറയുന്ന ഇസ്ലാം. അപരനെ പരിഗണിക്കുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാം ആവുന്നത്. അൽ മുസ്ലിമു മൻസലിമന്നാസുമിൻ ലിസാനിഹി വയദി. തൻ്റെ ജീവിതത്തിൽ ഒരാളെ പോലും ഉപദ്രവിക്കാത്തൊരു ജീവിതം ഉണ്ടാവും. 10 കൊല്ലം ഖാദിമായി കൂടെ ഉണ്ടായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഉപദേശം, മോൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ലാത്തൊരു ജീവിതം ഉണ്ടാവണം. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാതാവട്ടെ, ദൈവവിശ്വാസിയാവട്ടെ യുക്തിവാദിയാവട്ടെ, ആരും ആവട്ടെ. ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ. ആരോടും വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഓഫർ ചെറുതല്ല. മോൻ എൻ്റെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു വിശ്വാസി ആർജിച്ചെടുക്കേണ്ട ഏറ്റവും നല്ല ഒരു ജീവിത സ്റ്റൈലിനെ ഇസ്ലാം അളന്ന് തിട്ടപ്പെടുത്തി പറയണത്, അപരനെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൻ്റെ പ്രതിഫലങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കൂ. പുഞ്ചിരിച്ചാൽ സ്വതക്കയുണ്ട്. കാരണം കാണുന്നയാൾക്ക് നിന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവും. നല്ല വാക്ക് പറഞ്ഞാൽ സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. അതിൻ്റെ റീസൺ എന്തായിട്ട് വരും? കേൾക്കുന്ന ആൾക്ക് സന്തോഷമുണ്ട്. നല്ല മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ സുഗന്ധം പുരട്ടൽ സുന്നത്താണ്. അതിൻ്റെ കാരണം എന്തായിട്ട് വരും? നിന്നെ അനുഭവിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. പച്ച ഉള്ളി തിന്നിട്ട് മജ്ലിസിൽ പങ്കെടുക്കരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് കയ്യിൽ തസ്ബീഹ് മാല എടുത്തുകൊണ്ട് ചെയ്തു തീർക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും മാത്രമാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് തെറ്റി. അതാണ് മഹത്തുക്കൾ എഴുതി വെച്ചത്. ഔലിയാക്കളായത് കൂടുതൽ നിസ്കരിച്ചതുകൊണ്ടും നോമ്പെടുത്തതുകൊണ്ടും മാത്രമല്ല, ഒരാളോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് അവർ രൂപപ്പെടുത്തി. അതാണ് ഔലിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹാരിത കിടക്കുന്നത് അവിടെ കൂടിയാണ്. എന്നെക്കൊണ്ട് ഒരുപാട് പേര് സന്തോഷിക്കണം, എന്നെക്കൊണ്ട് ഒരുപാട് പേര് ജീവൻ വെക്കണം, എന്നെക്കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാവണം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ഇനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ, മനുഷ്യ സഹജമായ സാഹചര്യങ്ങളിൽ ചില അബദ്ധങ്ങൾ ചെയ്തു പോയി, ആ അബദ്ധം പൊറുക്കാനുള്ള സംവിധാനങ്ങൾ കൂടിയാണ് ഇസ്ലാം തുറന്നു കാണിക്കുന്നത്. അതിനെയാണ് ബാബു തൗബ എന്ന് പറയുന്നത്. 100 ആളെ കൊന്നയാളുടെ മനസ്സിലും മതിയല്ലോ മോനെ, നിർത്തിക്കൂടെ തെറ്റ്, നന്നായിക്കൂടെ, അടുത്തൂടെ എന്നിലേക്ക് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ്. ഈ ഒരു കഥ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് സംസാരത്തിൽ ഒരു ചരിത്രം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടല്ല. ഇതാണ് ഇസ്ലാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു തന്നെ അള്ളാഹുവിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ആയത്തിൽ റഹ്മാൻ റഹീം എന്നതുകൊണ്ടാണ്. എല്ലാ ദോഷങ്ങളും പൊറുക്കുന്ന, എല്ലാ നന്മകളും സ്വീകരിക്കുന്ന എന്നല്ല അതിനർത്ഥം നമ്മൾ പറയുന്നത്. റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ നമുക്ക് പറയാം: ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്. ഈ 2 കൺസെപ്റ്റിൻ്റെ അപ്പുറം ഇനി എന്താ അതിൻ്റെ പുറത്തായിട്ടുള്ളത്? ഒരാൾക്ക് ജീവിതത്തിൽ നിരാശ വരാൻ 2 സാധ്യതകളാണ് ഉള്ളത്. നന്നാവണം എന്ന് വിചാരിക്കുമ്പോൾ ഞാനെങ്ങനെ നന്നാവാനോ ഉസ്താദേ, എനിക്കൊക്കെ എന്ത് നന്മയാണ് ഉള്ളത്? വലിയ വലിയ പ്രമാണിമാരൊക്കെ സ്ഥാപനത്തിനും സംഘടനക്കും ചാരിറ്റിക്കൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുക്കുമ്പോൾ ഞാനൊക്കെ ഈ മത്സ്യം വിറ്റിട്ടും ഓട്ടോ ഓടിച്ചിട്ടും എന്ത് വലുത് കൊടുക്കാനാ? വല്ലപ്പോഴും ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കുമ്പോൾ 5-10 രൂപ ഇട്ടിട്ട് ഞാനൊക്കെ സ്വതക്ക ചെയ്ത ആളെന്ന് ആഖിറത്തിൽ എന്നെക്കുറിച്ച് എന്ത് പറയാനാ? ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ചെയ്യുക. എടോ, ഏത് ചെറിയ നന്മ സ്വീകരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാധ്യത, ആ നിരാശ അവിടെ അടഞ്ഞു കിടന്നു. പിന്നെ അടുത്തൊരു സാധ്യത ഉള്ളത് ഞാനോ നന്നാവാനോ.
എൻ്റെ ഒക്കെ പഴയ ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അത്രയും അപരാധങ്ങളുണ്ട്, ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളില്ല. ക്യാമ്പസ് കാലം അത്രയും വേണ്ടാത്തരങ്ങളുടെ ഈറ്റില്ലങ്ങളായ കാലമായിരുന്നു. ഒരു സാധ്യതയില്ല ഞാൻ നന്നാവും. എന്താ കാരണം? അത്രയും വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അയാളോടുകൂടിയാണ് ഖുർആനിൻ്റെ 1-ാമത്തെ ആയത്ത് തുടങ്ങണ തന്നെ, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അല്ലാഹ്. അള്ളാഹുവിനിപ്പോൾ ഒരാളുടെ തെറ്റ് പൊറുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വലുതാണല്ലോ ചെറുതാണല്ലോ എന്ന സാധ്യതയൊന്നുമില്ല. യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത്, നിന്റെ അടുത്തുനിന്ന് വന്നത് വലുതാണ് എന്ന് വിചാരിച്ചിട്ട് നീ ടെൻഷൻ ആവണ്ട, നീ തൗബ ചെയ്യൂ. ഇന്നൽ കബാഇറ ഫിൽ ഗുഫ്രാനി കല്ലമമി, പൊറുക്കണം എന്ന അള്ളാഹുവിനുണ്ടെങ്കിൽ ചെറുതും വലുതും ദോനോ ബറാബർ ഹേ, രണ്ടും തുല്യ. ഇത് വലുതാണല്ലോ മോനെ, മായ്ച്ചിട്ടൊന്നും മായുന്നില്ല, എൻ്റെ ഇറൈസർ ചെറുതായി പോയല്ലോ എന്നൊന്നും ആശങ്കയില്ല അള്ളാഹുവിൻ്റെ അടുത്ത്. എന്തൊരു രസമാണ് നമ്മുടെ മതം. ഇങ്ങനെ മുഴുവൻ സാധ്യതയും ഉണ്ടായിട്ട് നമുക്ക് നന്നാവാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അയാൾ നന്നായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ ഒരാൾ അറിയുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന മനസ്സിലെ ഒരു സുഖം പറയുന്നുണ്ട് ഖുർആനിൽ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അയാൾക്ക് അള്ളാഹുവിനോട് വല്ലാത്ത പ്രേമമായിരിക്കും. നീ തന്ന വായും നീ തന്ന വെള്ളവും നീ തന്ന സർവസ്വങ്ങളും അനുഭവിച്ച് നിന്റെ മുന്നിൽ നീ കാണത്തക്ക വിധത്തിൽ നിന്റെ എതിരെ എല്ലാ തെറ്റും ചെയ്തിട്ട് നീ തന്നെ തൗബ സ്വീകരിക്കുന്ന എന്തൊരു റഹ്മാനായ റബ്ബാണ് എന്ന് വിളിച്ച് ആഗ്രഹിച്ച് ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖത്തെ നമ്മൾ ആവാഹിച്ചെടുക്കണം. അതിനെ ഹലാവത്തുൽ ഈമാൻ എന്നുകൂടി നമുക്ക് വിളിക്കാം. അതാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നവൻ്റെ ഒരു സുഖം. അല്ലാത്തവന് ഇന്ന് കിട്ടുന്ന ടേസ്റ്റ് കഴിഞ്ഞാൽ നാളെ അത് കിട്ടാതിരുന്നാൽ അവൻ്റെ മുമ്പിൽ ആകപ്പാടെ പരിഹാരം ആത്മഹത്യ മാത്രമാണ്. മതവിശ്വാസി എന്തുകൊണ്ടാണ് ആത്മഹത്യ കുറയുന്നത് എന്ന് CB തോമസിൻ്റെ അഥവാ IPS ഉദ്യോഗസ്ഥൻ്റെ മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മതവിശ്വാസിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, പറയാനുള്ള ഒരു ഇടമുണ്ട്, അവതരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ട്, ഏത് പ്രയാസം പറയാനും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ അധികാരത്തിൻ്റെ മുന്നിൽ നമുക്ക് എന്തും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ലാ തഖുദുഹു സിനത്തും വലനും, ഉറക്കും തൂങ്ങിയുറക്കും ഇല്ല, സമയമില്ല, സ്ഥലമില്ല, കാലമില്ല, എവിടെയും എന്തും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അള്ളാഹുവിനിപ്പോൾ ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കോട്ടകളും കോട്ടകൊത്തലങ്ങളും AK-47 മിസൈലും സംവിധാനങ്ങളും ഡിഫൻസ് കേന്ദ്രങ്ങളൊന്നും വേണ്ട. അള്ളാഹുവിനിപ്പോൾ ഒരാളെ സംരക്ഷിക്കാൻ ഒന്നും വേണ്ട. ഒരു കുട്ടി ജനിക്കുന്നുണ്ടെന്നും ആ കുട്ടി എൻ്റെ അധികാരത്തിന് പ്രയാസമുണ്ടാക്കുമെന്നും ജ്യോത്സ്യന്മാർ പ്രവചിക്കുമ്പോഴേക്ക് ഫറോവ 7000 കുട്ടികളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ അയാൾ പേടിച്ച കുട്ടിയെ വളർത്തി ആ കുട്ടിക്ക് മുലപ്പാൽ കിട്ടാൻ വേണ്ടി ആ ഫറോവയെ കൊണ്ട് തന്നെ ആഡ് കൊടുപ്പിച്ചു. ആ ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസാ നബി ഗംഭീരമായിട്ട് വളർന്നു. അള്ളാഹ് ഏറ്റെടുത്താൽ അങ്ങനെയാണ്. 100 ഒട്ടകത്തിൻ്റെ ഇനാമിൻ്റെ ആ ഒരു ഓഫറിൽ ശത്രുക്കൾ പരക്കം പാച്ചിലായിരുന്നു, വട്ടമിട്ട് പറക്കിയായിരുന്നു. എന്നിട്ട് ആ ഗുഹയുടെ അകത്തളത്തിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നുണ്ട്, ശത്രുക്കൾ നമ്മുടെ ഗുഹയുടെ മുകളിൽ ഉണ്ട്. അവർ വേറെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ നിരീക്ഷിക്കൊന്നും വേണ്ട. അവർ അവരുടെ തല ഒന്ന് താഴ്ത്തി അവരുടെ കാലിലേക്ക് തന്നെ നോക്കിയാൽ ലറാന നമ്മളെ കാണും എന്ന് പറഞ്ഞപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ കടുപ്പം അവിടുന്ന് നമുക്ക് തിരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം പറഞ്ഞ ഒരു വർത്താനമുണ്ട്. എന്താണെന്നറിയാം? ഇന്നല്ലാഹ മഅനാ. അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ കാണണമെങ്കിൽ നമ്മുടെ കൂടെ അള്ളാഹ് ഇല്ലാതിരിക്കണ്ടേ? നമ്മുടെ കൂടെ അള്ളാഹ് ഉണ്ടല്ലോ. അവർ അവരുടെ തല അവരുടെ കാലിലേക്ക് നോക്കിയാൽ ലറാന നമ്മളെ കാണും എന്ന് പറയുന്ന അത്രയും ഭീതിജനകമായ ഒരു സാഹചര്യത്തെ പോലും അതിജയിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് അള്ളാഹ് എന്ന ഉൾവിളിയിലാണ്. അള്ളാഹ് എന്ന വിളിയിൽ ഉണ്ട്, എന്തുണ്ട്? എല്ലാം ഉണ്ട്. ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണമുണ്ട്. യാ റസാഖ് എന്ന് പറയുന്നതിൻ്റെ, യാ ഫത്താഹ് എന്ന് പറയുന്നതിൻ്റെ, യാ ഗഫാർ എന്ന് പറയുന്നതിൻ്റെ അല്ല. അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം അർത്ഥതലങ്ങളും ആവശ്യങ്ങളും ഉണ്ടോ അത് മുഴുവനും യാ അള്ളാഹ് എന്ന വിളിയിൽ ഉണ്ട്. അതാണ് ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അള്ളാഹ് ഇല്ല മോനെ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ആ ഗുഹയുടെ താഴെ ശത്രുക്കൾ ഇറങ്ങി. കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ ഗുഹൻ്റെ അകത്തളത്തിൽ ഒന്ന് വെറുതെ കയറി നോക്കിയാലോ?
അവർ തന്നെ പരിഹസിക്കുന്നുണ്ട്. പൊട്ടത്തരം പറയരുത്, എന്തെങ്കിലും ആശയം പറയണം, ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയണം. ചിലന്തിയൊക്കെ വല കെട്ടിയെടുത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? ഇനി ആരെങ്കിലും കയറിയാൽ അവിടെ ചിലന്തി വല ഉണ്ടാവുമോ? ഒരു സാധ്യതയില്ല. ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂത്ത് അല ഖൈരിൽ ബരിയത്തിലം തൻസുജ് വലം തഹുമി. കോട്ട കൊത്തലങ്ങളൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നിങ്ങൾ എന്നൂതിയാൽ പൊട്ടിത്തീർക്കുന്ന ഇന്ന അഹ്വനൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്ത്, ഏറ്റവും ദുർബലമായ വീട് എന്ന് ഞാൻ തന്നെ പറഞ്ഞ ചിലന്തി വല മതി എനിക്ക് സംരക്ഷിക്കാൻ. ഓഹോ, എന്തൊരു രസം. എന്നിട്ട് ബൂസൂരി ഇമാമ എന്നെ ശത്രുക്കളൊന്ന് ട്രോളുന്നുണ്ട്. വിഖായത്തുല്ലാഹി അഅനത അൻ മുളഅഫത്തിൻ. അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരാളെ സംരക്ഷിക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന കോട്ടകൾ വേണ്ട. ഓ, ഈ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മളിലുണ്ടാവേണ്ടത്, നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ വേറെന്തെങ്കിലും ആലോചിക്കാൻ, ഒരു ആരോപണം വരുമ്പോൾ, ഒരു ബിസിനസ് ക്രൈസിസ് വരുമ്പോൾ, ഇക്കണോമിക്കലി ഡള്ളാണ് ഘട്ടത്തിൽ നമുക്ക് വേറെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റാത്ത ചിന്തയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ അള്ളാഹ് എന്ന വിശ്വാസം ഉണ്ടാവും. ഇസ്ലാം മതത്തിൻ്റെ ഒരു മനോഹാരിതയെ വിചാരിക്കണം. ഇങ്ങനെ അള്ളാഹുവിൽ ഏറ്റവും മനോഹരമായി വിശ്വസിക്കുന്ന ഒരാൾ, അയാളുടെ നിസ്കാരത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശയമുണ്ട്. കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്ങും വിഷ്വലൈസേഷനും ഒന്നിച്ച് നടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൂടെ ഒരു അരുവി ഒഴുകുന്നു എന്ന് വിചാരിക്കൂ, ഇമാജിനേഷൻ. ആ അരുവിയിൽ നിന്ന് ഡെയിലി കുളിക്കുന്ന ആളുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവുമോ? ദർ ഇസ് നോ ചാൻസ് ടു ബി. 5 വട്ടം കുളിക്കുകയാണെങ്കിലോ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശുദ്ധിയെയാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ചിലർ ചിലപ്പോഴൊക്കെ ചോദിക്കും, ഈ 5 വഖത്ത് എന്തിനാണ് നിസ്കരിച്ചത്? 5 സമയത്തായിട്ട് എന്തിനാണ് നിസ്കരിക്കണത്? ചിലപ്പോഴൊക്കെ ചില ക്യാമ്പസിലെ കുട്ടികൾ കടം വീട്ടാനുള്ള പോലെ ഒന്നിച്ച് വീട്ടിയാൽ പോലെ ടാലി ആയില്ലേ എന്ന് വിചാരിക്കണ പോലെ ചിലർ നിസ്കരിക്കാറുണ്ട്. രാത്രി എല്ലാ നിസ്കാരം നിർവഹിച്ചു, ഇനി രാവിലെ കാണാമെന്നല്ല, ഇനി അടുത്ത രാത്രി കാണാമെന്നാണ് അവർ വിചാരം. അങ്ങനെ നിസ്കരിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് ശരിയല്ലല്ലോ. ഇടയ്ക്കിടെ നിസ്കാരം കൈ കെട്ടിയ ഉടനെ നമ്മൾ കരാറിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചലന നിശ്ചലനങ്ങളും നിനക്കാണ് റബ്ബേ, നിൻ്റെ പൊരുത്തത്തിലല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. ഇങ്ങനെ രാവിലെ പ്രഭാതത്തിൽ നിസ്കരിച്ച ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പാവപ്പെട്ട ഒരു രോഗിയെ കണ്ട്, മാനേജർ പറഞ്ഞിട്ടുണ്ട് വരുന്ന രോഗികളുടെ ഒരു 50% MRI സ്കാനിന് വിടണം, CT സ്കാൻ കുറച്ചെന്തായാലും വേണം, എന്നാലും മെഷീന് മുതലാവുള്ളൂ, ഹോസ്പിറ്റൽ നടന്നു പോകണം എന്ന് ആ ഡോക്ടർ ചിന്തിക്കൂല. കാരണം തൊട്ട് ശേഷം ഇപ്പോൾ ലോഹ നിസ്കരിക്കാനുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി. ഞാൻ ചെയ്യുന്ന ഓരോന്നും, അത് സ്റ്റെതസ്കോപ്പായാലും ഇഞ്ചക്ഷനായാലും നിനക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ രോഗിയുടെ ഹൃദയമിടിപ്പ് മാത്രമേ പരിശോധിക്കുകയുള്ളൂ, പോക്കറ്റിൻ്റെ കടുപ്പൊന്നും പരിശോധിക്കില്ല, ഉറപ്പാണ്. അങ്ങനെ ലുഹ കൂടി നിസ്കരിച്ച അയാൾ പോകുന്ന സമയത്ത് ഈ കെട്ട ആപ്പിൾ 1 കിലോ ആപ്പിൾ വാങ്ങുന്നതിൻ്റെ ഇടയിൽ തിരികെ കയറ്റിയാലോ എന്നും ചിന്തിക്കൂല. കാരണം അയാൾ ലുഹ നിസ്കാരത്തിനും പറയേണ്ടതാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ. ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ആ ലുഹ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ചിന്തിക്കോ, ഈ ചീനമത്തി കെട്ടമത്തി ഒന്നിങ്ങനെ തിരികെ കയറ്റിയാലോ വിചാരിക്കൂല. ആപ്പിളിന് അല്ലെങ്കിൽ ബത്തക്കൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് സാധേ നല്ല ആപ്പിളാണ് വാങ്ങിക്കോ എന്ന് പറയോ? ഇല്ല. അയാൾ മുഴുവനും പറയണത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു ചോദ്യം. ഇങ്ങനെ 5 വട്ടം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് തെറ്റുണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക? ഈ വിശ്വാസവും ഈ കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അപരനെ കൂടി പരിഗണിക്കാനാണ് സക്കാത്ത് നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ ധാരാളമുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുന്ന നന്മകളും ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ സ്വതക്കയാണ്. അള്ളാഹുവിൻ്റെ ദേഷ്യം മാറാനുള്ള ഏറ്റവും നല്ല വഴി സ്വതക്കയാണ്. സ്വതക്ക ആർക്കുള്ളതാണ്?
മറ്റു മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ജീവിതം ഒരാളിൽ ഉണ്ടാവുന്നതാണ് സ്വതക്ക എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ആശയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെക്കൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടാവും. ഞാൻ എന്തിനു ജീവിക്കുന്നു? അവരെന്നെ വേണ്ടി. അയാൾ എന്ത് ജീവിക്കുന്നു? അയാളുടെ ആശ്രിതർക്ക് വേണ്ടി. അങ്ങനെ ജീവിക്കണം. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന ആലോചന തീർത്തും തെറ്റാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് ഇസ്ലാമാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയും. ജമാഅത്ത് ശർആക്കിയതിൻ്റെ ഒരു കാരണം പാവപ്പെട്ടവരെ കാണണം, പാവപ്പെട്ടവരെ അറിയണം, കൂടെയുള്ളവരെ കാണണം, അവരെ നമ്മൾ തിരിച്ചറിയണം. സുബഹിന് ജമാഅത്തിന് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നബി തങ്ങളുടെ ചോദ്യം ഉണ്ടാവും, മൂപ്പരെവിടെ? രോഗിയാണോ? നമുക്കൊന്ന് കാണാൻ പോയാലോ? കണ്ടോ? ഐക്യസമ്മേളനമാണ് ഇസ്ലാമിൽ. അത് എല്ലാവരും പാടും ഒറ്റപ്പള്ളിയിലേക്ക് വരുന്നതാണ് ജുമയും. എന്തൊരു രസമാണ് നമ്മുടെ മതം. ഇനി റമദാനിൻ്റെ പകലിൽ ഒരാൾ ചെയ്യാൻ പറ്റാത്ത വലിയൊരു തെറ്റ്, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം, അത് ഒരിക്കലും പാടില്ല. ഹജ്ജ് വേളയിലും റമദാൻ നോമ്പിലും പാടില്ലായിരുന്നു. അയാൾ ചെയ്തു പോയി. ഇസ്ലാം എന്തോ പറയും? അള്ളാഹു ദേഷ്യം പിടിച്ചല്ലോ, പറ്റില്ലായിരുന്നു. എങ്ങനെയാണ് ഞാൻ പൊറപ്പിക്കുക? എന്താ ചെയ്യേണ്ടത്? 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതിയോ? 60 മിസ്കീന്മാർ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ കഫാറത്ത്, ദോഷം പുറത്തു. അപ്പം മനുഷ്യന്മാരെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മളോട് സന്തോഷമായിരിക്കും, അള്ളാഹു നമ്മളോട് ഇഷ്ടമായിരിക്കും. കണ്ണ് കാണാത്തൊരു സ്വഹാബി വന്നിട്ട്, നബിയെ ജമാഅത്തിന് വരൽ കമ്പൽസറി ആണോ, ബാധ്യതയാണോ? എന്താപ്പം ചെയ്യുക? ഗൈഡില്ല, കൈപിടിക്കാൻ ആളുമില്ല. ഹൽ തസ്മഉന്നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? അതിൻ്റെ അർത്ഥം വീട് അടുത്താണോ. മൈക്ക് സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ബാങ്ക് കേൾക്കാറുണ്ടോയെന്ന് വെച്ചാൽ വീട് അടുത്താണോ എന്ന്. അതെ, കേൾക്കാറുണ്ട്, അടുത്താണ്. എങ്കിൽ പിന്നെ അടുത്തല്ലേ ഒന്ന് ജമാഅത്തിന്. ഇങ്ങനെയൊക്കെ വളരെ നിയമം വെച്ചുകൊണ്ട് പറഞ്ഞ ജമാഅത്തിൻ്റെ അധ്യായം എടുത്ത് പരിശോധിച്ചാൽ ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി ചെന്നു. ഉമ്മ, ഉമ്മാമ്മ, ഇളയമ്മ, മൂത്തമ്മ, സുഹൃത്ത്, സംഘടനാ കൂട്ടുകാരൻ, ക്ലാസ്മേറ്റ്. കൈ പിടിച്ചിട്ട് അവർ പറയാണ്, കുറച്ച് സമയം ഇവിടെ നിൽക്കാവോ? നിങ്ങൾ നിന്നപ്പം തന്നെ എൻ്റെ അസുഖം പകുതി മാറിയ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? സമയമായി, ജമാഅത്തിന് പോകേണ്ട നേരമായി എന്നല്ല. പിന്നെ ലിഅന്ന തഅനീസഹു അഹമ്മു മിനൽ ജമാഅ തുഹഫ. ആ രോഗിക്ക് ആ സമയത്ത് സാന്ത്വന പ്രവർത്തകനായി അവിടെ ഉണ്ടാവലാണ് അഹമ്മു മിനൽ ജമാഅ. കാഴ്ചയില്ലാത്ത ആളോടും വരണം എന്ന് പറഞ്ഞ ജമാഅത്തിനേക്കാൾ വലുത്. തൻ്റെ അയൽവാസിയായ ഒരാൾ രോഗിയെ, ചികിത്സാ ഫണ്ടില്ല, ആംബുലൻസ് വിളിക്കാനുള്ള കായില്ല, അയാൾ അതിൻ്റെ പേരിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ രോഗം കൂടി, നമ്മളാണ് കുറ്റക്കാരാവണത്. അത് ഞാൻ അറിയില്ലായിരുന്നല്ലോ, അത്ര വലിയ രോഗമുണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ആ അറിവില്ലായ്മ നമുക്കൊരു കാരണമായിട്ട് പഴുതായിട്ട് മാറുമോ? ഇല്ല. ഇബ്നു ഹജറിൻ്റെ വിഷയത്തിലൊരു കിതാബുണ്ട്, അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ. അതിലെന്തു പറയുന്നു? ആ അയൽവാസിയുടെ പ്രതിസന്ധിയും പ്രയാസവും നീ അറിയാത്തത് നിൻ്റെ ഒരു കുറ്റമാണ്. നീ എന്ത് മുസ്ലിമാണ്? ഇങ്ങനെ ചുറ്റുവട്ടത്തെ മുഴുവനും കേട്ട് അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ ജീവിതത്തിൻ്റെ പേരാണ് ഇസ്ലാം. അത് നമ്മളിലുണ്ടാവണം, മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. ഏവരും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് സമാധാനത്തിനാണ്. ടെൻഷൻ പിടിച്ച ഒരു ജനതയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് മുഴുവനും. ആർക്കും വെപ്രാളങ്ങളും എപ്പോഴും ബേജാറുകളുമാണ്. ഈ ബേജാറ് മുഴുവനും അഭയം പ്രാപിക്കേണ്ട ഒരിടത്തേക്ക് എത്താത്തതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്. അവർക്കെല്ലാം മതത്തിൻ്റെ നീരുറവുകൾ, തെളിനീറുകൾ നമ്മൾ കീറിക്കൊടുക്കാനാണ് നമ്മൾ കൂടുതൽ അറിവുള്ളവരാവേണ്ടത്. നമ്മുടെ ആശയങ്ങൾക്ക് മൂർച്ചയുണ്ടാവേണ്ടത്. അതാണ് ദിൽക്കിഷ് പോലുള്ള ഫെസ്റ്റുകളിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് വാക്കുകൾക്ക് വിട. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.